history പറയേണ്ടി വരും. But before that, let me break the suspense and introduce the Range Rover Sport. Second World War American Army used ചെയ്തുകൊണ്ടിരുന്ന വാഹനമായിരുന്നു the Jeep. വാർ ഫീൽഡിൽ ജീപ്പിന്റെ പെർഫോമൻസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് റോവർ എന്ന കമ്പനി ലാൻഡ് റോവർ എന്ന പേരിൽ ഒരു വണ്ടി ഉണ്ടാക്കി. ഏത് ടെറേനിലും യൂസ് ചെയ്യാവുന്ന ലാൻഡ് റോവർ ജനങ്ങളുടെ ഹരമായി. ആൻഡ് ഫൈനലി കമ്പനിയുടെ പേര് തന്നെ ലാൻഡ് റോവർ എന്നായി മാറി. പിന്നീട് ധാരാളം കാർ മാനുഫാക്ചറേഴ്സ് ലാൻഡ് റോവർ കമ്പനി ഏറ്റെടുക്കുകയും വിൽക്കുകയും ചെയ്തു. എന്നാൽ 2008 ടാറ്റ ലാൻഡ് റോവറും അതിൻ്റെ ഒപ്പം തന്നെ ജാഗ്വർ കമ്പനിയും ഏറ്റെടുത്തു. അങ്ങനെ ജാഗ്വർ ലാൻഡ് റോവർ കമ്പനി നിലവിൽ വന്നു. ഇൻഫാക്ട് ഇൻ ഹിസ്റ്ററി ഒരു ഇന്ത്യൻ കമ്പനി ഇന്റർനാഷണലി നടത്തിയ ഏറ്റവും വലിയ ഏറ്റെടുക്കലായിരുന്നു അത്. Jaguar Land Rover ഏറ്റവും അധികം വിൽക്കുന്ന റേഞ്ച് റോവർ മോഡലാണ് ദ റേഞ്ച് റോവർ സ്പോർട്ട്. ഇൻഫാക്ട് വേൾഡ് വൈഡായി അറൌണ്ട് 4.5 lakh ലാൻഡ് റോവർ സ്പോർട്സ് വിറ്റിട്ടുണ്ട് എന്നാണ് കണക്ക്. അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ ആണ് ദ റേഞ്ച് റോവർ സ്പോർട്ട്. റേഞ്ച് റോവർ ഇവോക്കിൻ്റെയും അതുപോലെ തന്നെ റേഞ്ച് റോവറിൻ്റെയും ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് റേഞ്ച് റോവർ സ്പോർട്ടിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ a high level driving experience and പെർഫോമൻസുമാണ് റേഞ്ച് റോവർ സ്പോർട്ട് നമുക്ക് നൽകുന്നത്. ഡിസൈനിങ്ങിലായാലും എഞ്ചിനീയറിംഗിലായാലും ലാൻഡ് റോവർ യാതൊരു കോംപ്രമൈസ് ഇല്ലാത്താണ് റേഞ്ച് റോവർ സ്പോർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഓവറോൾ വണ്ടിയുടെ ലുക്ക് ഇസ് ഡെഫിനറ്റ്ലി എ പവർഫുൾ മസ്ക്യുലർ ആൻഡ് എ കണ്ടംപററി സ്റ്റൈൽ. ആൻഡ് ഫ്രണ്ട് പ്രൊഫൈലിൽ എല്ലാവരും ആദ്യം ശ്രദ്ധിക്കുന്ന ഭാഗം ഇതിൻ്റെ റേഞ്ച് റോവർ എന്ന് പറഞ്ഞ ഈ ബാജിങ് തന്നെയാണ്. അത്രയ്ക്കും അട്രാക്റ്റീവ് ആൻഡ് ബോൾഡ്ലി ആണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അല്പം സ്ലാന്റ് ആവുന്ന രീതിയിലുള്ള ഹണി ക്രോം ഡിസൈനുള്ള ഫ്രണ്ട് ഗ്രിൽസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൺവെൻഷനലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ലോഗോസ് യൂഷ്വലി സെൻറ്ററിലായിരിക്കും. ബട്ട് ഇൻ ദ ലാൻഡ് റോവർ ടുവേർഡ്സ് സൈഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ along with the front grills itself ചേർന്നിട്ടാണ് പിന്നെ ഹെഡ് ലാംപ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് അഡാപ്റ്റീവ് xenon ഹെഡ് ലാംപ്സ് വിത്ത് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. Then towards the front you will find നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ബമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. Along with that ഇത്തിരി കർവ്ഡ് ഷേപ്ഡ് ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈവൻ ദെൻ നമുക്ക് കാണാം towards the front profile നല്ലൊരു മസ്ക്യുലർ ലുക്ക് ഡെഫിനറ്റ്ലി ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. Then in the bottom you will find honeycomb grills-ന്റെ മേളിൽ that is towards the outside ഒരു സിൽവർ ഫ്രെയിമുള്ള ഫോഗ് ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, which is a very stylish and a very heavy looking fog lamps. Overall ബോണറ്റും നോക്കി കഴിഞ്ഞാൽ നല്ല ഹൈറ്റും വിഡ്ത്തും ഉള്ള ഒരു ഫേസ് ആണ് ദ റേഞ്ച് റോവറിനുള്ളത്. ഒരു ഡ്രമാറ്റിക് ആൻഡ് പവർഫുൾ ലുക്ക് ഉള്ളതുകൊണ്ട് ദ റേഞ്ച് റോവർ ഡെഫിനറ്റ്ലി ഹാസ് എ വെരി മാസീവ് റോഡ് പ്രസൻസ്. ആൻഡ് സൈഡ് വ്യൂവിൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോട്ടീസ് ചെയ്യുക ടുവേർഡ്സ് ദ ഫ്രണ്ട് പോർഷൻ ആൻഡ് ദ ബാക്ക് പോർഷൻ ദർ ഇസ് ഡെഫിനറ്റ്ലി എ ചേഞ്ച് ഇൻ ഡിസൈൻ. ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ കാണും ഇറ്റ്സ് നല്ല വൈഡ് ആയിട്ടുള്ള നല്ല ഹൈറ്റ് ഉള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വെറസ് ടുവേർഡ്സ് ദ റിയർ പോർഷൻ യു വിൽ ഫൈൻഡ് ഹൈറ്റ് ഇത്തിരി കുറവുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫാക്ട് ഈവൻ ഇൻ ഇറ്റ്സ് സ്റ്റേഷനറി പൊസിഷൻ യു വിൽ ഫൈൻഡ് ദാറ്റ് ദ റേഞ്ച് റോവർ ഇസ് ലൈക്ക് just about to take off for a position aanu ee vandikku ulladu, and it definitely has a very good aerodynamic design. Then when you come to the doors, keyless entry is possible. Along with that there's another feature which is you'll find soft close doors aanu koduttirikkunnathu, so which close automatically once you open them. Rear view mirror thaye oru camera aanu place cheyidirikkunnathu. You'll find that there are 5 such cameras placed around the car which provides a very surround view of the car. appo ivide oru camera, on the other side you have another camera, pinne front il rendu cameras um adhe samayam towards
the back, you also have a single camera placed over there. This kind of an adjustment is to get a surround view of the car. You'll find the overall length of the Range Rover is around 4,850 mm and it has a wheelbase of around 2,923 mm. You'll find that roof rails at the same time even crossbars they're all optional available. Rendu tharathilulla footsteps Range Rover Sport optional add cheyan sadhikkum. You have deployable footsteps, at the same time even fixed footsteps available aanu. Ithra oru depth vare namukku vellathil vandi erakkan sadhikkum. So oru sporty and adventurous drive okke aanengil namukku valare elappayitte cheyyam. Then there's another very interesting feature, adayathu ipo Range Rover Sport the ground clearance is a varying ground clearance, electrically adjustable aanu, and adinte switches are provided inside the driver's cabin. Ipo normal rides aanengilum even off-roading aanengilum namukku nammade oru need anusarichu adu maatan sadhikkum. And you can find that a normal ride aanengil it has a ground clearance of around 213 mm, enal off-roading inde samayathokke around 278 mm vare namukku adu increase cheyan sadhikkum. Excessively bulge ആയിട്ട് നിൽക്കുന്ന നല്ല രീതിയിൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്പോയിലർ ആണ് ബാക്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻ ദ റേഞ്ച് റോവർ സ്പോർട്ട് യു വിൽ ഓൾസോ ഫൈൻഡ് ടുവേർഡ്സ് ദ ടോപ്പ് ഒരു ഫിൻ ഷേപ്ഡ് റൂഫ് മൗണ്ടഡ് ആന്റീനാം കൊടുത്തിരിക്കുന്നത് കാണാം. ദെൻ ബാക്ക് പ്രൊഫൈലിൽ ശരിക്കും ജസ്റ്റ് ലൈക്ക് ഫ്രണ്ട് പ്രൊഫൈലിൽ നമ്മൾ കണ്ടിരിക്കുന്ന പോലെ തന്നെ ടുവേർഡ്സ് ദ ബാക്ക് ഓൾസോ റേഞ്ച് റോവർ എന്ന ഈ ബാജിങ് വളരെ അതോറിറ്റേറ്റീവ്ലി ആൻഡ് വളരെ ബോൾഡ്ലി ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ടുവേർഡ്സ് ദ ബോട്ടം യു വിൽ ഫൈൻഡ് ഇപ്പോൾ ബമ്പറിൽ തന്നെ റിയർ പാർക്കിംഗ് സെൻസേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ഹാവ് 5 surround cameras. അപ്പോൾ ബാക്കിൽ വന്നിരിക്കുന്ന ക്യാമറയുടെ പൊസിഷൻ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നൗ വെൻ യു കം ടു ദ ബൂട്ട് സ്പേസ്, ഇപ്പോൾ റേഞ്ച് റോവർ സ്പോർട്ടിൻ്റെ ബൂട്ട് സ്പേസ് ലൈക്ക് എനി അതർ SUV തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ലോഡ് സ്പേസ് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. ആൻഡ് ഇലക്ട്രിക്കലി ഓപ്പണബിൾ ആണ്. സോ ദ സ്വിച്ചസ് ആർ പ്ലേസ്ഡ് ഓവർ ഹിയർ. പിന്നെ റിയർ പ്രൊഫൈലിൽ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് ഒരു സ്പോർട്ടി ലുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഡ്യുവൽ എക്സോസ്റ്റ് പൈപ്സും കൂടി പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. Overall, when you analyze the car, looks wise, definitely a premium as well as a sporty look kitan, the Range Rover is a perfect car. വളരെ സ്റ്റൈലിഷ്ലി ആൻഡ് കണ്ടംപററി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇന്റീരിയേഴ്സ് ആണ് റേഞ്ച് റോവർ സ്പോർട്ടിൽ നമുക്ക് അവൈലബിൾ ആവുന്നത്. ഇൻഫാക്ട് റൈറ്റ് ഫ്രം ദ സീറ്റിംഗ് പൊസിഷൻ ടു ദ ഫീച്ചേഴ്സ് ഇൻ ദ കാർ, അതേസമയം ഈവൻ ഡ്രൈവിംഗ് മെക്കാനിക്സ് ഒക്കെ തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആൻഡ് ഹൈ ലെവൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തരുന്നതാണ്. ഒരു കമാൻഡിംഗ് സീറ്റിംഗ് പൊസിഷൻ ആണ് ഡ്രൈവർ സീറ്റിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു വിൽ ഫൈൻഡ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത്. അതേസമയം ഈവൻ പില്ലറിന്റെ വിഡ്ത്തും കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് സ്പോട്ട്സിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യില്ല വൈൽ ഡ്രൈവിംഗ്. ഡീറ്റെയിലിംഗ് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇൻസൈഡ് ദ റേഞ്ച് റോവർ സ്പോർട്ട്. പിന്നെ യു വിൽ ഓൾസോ ഫൈൻഡ് ഈവൻ ഇപ്പോൾ ലൈറ്റ്സ് ഒക്കെ തന്നെ ടച്ച് ആയിട്ട് ഓപ്പറേറ്റ് ആവുന്ന ലൈറ്റ്സ് ആണ് ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ വെൻ യു കം ടു ദ സ്റ്റിയറിംഗ് വീൽ യു വിൽ ഫൈൻഡ് ദറ്റ് പാഡൽ ഷിഫ്റ്റ് കൺട്രോൾസ്, അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾസ് ആൻഡ് ഈവൻ ഓഡിയോ കൺട്രോൾസ് ഒക്കെ തന്നെ വളരെ ഫീസിബിളി ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ മൂവിംഗ് ഓൺ ഫർദർ യു വിൽ ഫൈൻഡ് ഇപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണെങ്കിൽ യു ഹാവ് 14-way power adjustable seats in the front cabin, and if a petrol optional vehicle anengil, that is autobiography anengil, you're getting an 18-way power adjustable seat. Across all the 4 variants you'll find that or 8-speed automatic transmission vehicles are Range Rover Sport available avunnathu. So you have your gear knob placed over here. Adhe samayam ipo njan nerthe parne pole you can even adjust the ground clearance, adinte buttons evideyana place cheydirikkunnathu. Then instead of your ഹാൻഡ് ബ്രേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പാർക്കിംഗ് ബ്രേക്ക്, അതിൻ്റെ ബട്ടൺ നമുക്ക് ഇവിടെ കാണാം. Then you will find ഇപ്പോൾ ഹിൽ ഡിസെൻഡ് കൺട്രോളിൻ്റെ സ്വിച്ചസ്, അതുപോലെ തന്നെ ഇപ്പോൾ ടെറൈൻ റെസ്പോൺസ് സിസ്റ്റത്തിൻ്റെ സ്വിച്ചസ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടെറൈൻ റെസ്പോൺസ് സിസ്റ്റം ആണെങ്കിൽ 2 തരത്തിൽ നമുക്ക് അതിന് ഓപ്പറേറ്റ് ചെയ്യാം, മാനുവലി ആസ് വെൽ ആസ് ഇലക്ട്രിക്കലി. ആൻഡ് ഇഫ് ഇറ്റ്സ് പ്രസ്ഡ് ലൈക്ക് ദിസ്, അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓൾറെഡി ആക്ടിവേറ്റഡ് ആവും. ആൻഡ് വെൻ ഇറ്റ് റൈസസ് അപ്പ് ലൈക്ക് ദിസ്, നമുക്ക് മാനുവലി അത് ഓരോ ടെറൈൻ അനുസരിച്ച് നമുക്ക് അതിൻ്റെ മോഡ് സെറ്റ് ചെയ്യാം. ദെൻ വെൻ യു മൂവ് ഓൺ ഫോർ ചെറിയൊരു സ്റ്റോറേജ് സ്പേസസ് ഒക്കെ നമുക്ക് ഇപ്പോൾ ഈ പാർട്ടിൽ കിട്ടുന്നുണ്ട്. പിന്നെ
ഹാൻഡ് റെസ്റ്റിൻ്റെ പൊസിഷനിൽ യു വിൽ ഫൈൻഡ് ഒരു കൂളിംഗ് ക്യാബിൻ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മെഡിസിൻസോ ഒക്കെ വെക്കാനുള്ള ചെറിയ സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതേസമയം ഇപ്പോൾ ഓക്സിൻ്റെ കേബിളിൻ്റെ കണക്ഷനും USB കണക്ഷനും ഒക്കെ തന്നെ ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കാണാം ഇപ്പോൾ ഒരു 3 സോൺ ക്ലൈമറ്റിക് കൺട്രോൾ AC ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പെട്രോളിൻ്റെ വേരിയൻ്റ് ആണെങ്കിൽ, ദാറ്റ് ഇസ് ദി ഓട്ടോബയോഗ്രഫി ആണെങ്കിൽ യു ഗെറ്റിംഗ് എ 4 സോൺ ക്ലൈമറ്റിക് കൺട്രോൾ AC. പിന്നെ ഇവിടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. ആൻഡ് യു വിൽ സീ ദാറ്റ് ഡ്യുവൽ വ്യൂ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ ടച്ച് സ്ക്രീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് വളരെ ഈസി ആയിട്ട് സ്ക്രീൻ വ്യൂ ചെയ്യാം, മൂവീസൊക്കെ കാണാം, ഈവൻ വൈൽ ദ ഡ്രൈവർ ഇസ് ഡ്രൈവിംഗ്. എന്നാൽ ഡ്രൈവറിന് അത് ഒട്ടും ഡിസ്റ്റർബ് ആവത്തില്ല, ബിക്കോസ് ഈ ഒരു വ്യൂയിങ് പൊസിഷനിൽ യു കനോട്ട് സീ ദ സ്ക്രീൻ വൈൽ മൂവീസ് ആർ പ്ലേയിങ്. പിന്നെ റേഞ്ച് റോവർ സ്പോർട്ടിൽ കിട്ടുന്ന പ്രീമിയം ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യു വിൽ ഫൈൻഡ് ദാറ്റ് ഒരു ഡ്യുവൽ പാനോറമിക് റൂഫാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ വെരി ഗുഡ് ഫെസിലിറ്റി. മൂവിംഗ് ഓൺ ഫർദർ യു വിൽ ഓൾസോ ഫൈൻഡ് എ മെറിഡിയൻ ഓഡിയോ സിസ്റ്റം വിത്ത് 19 സ്പീക്കേഴ്സ് ആണ് ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രീമിയം ഫീച്ചേഴ്സ് വൈസ് ഡെഫിനറ്റ്ലി ദ റേഞ്ച് റോവർ സ്പോർട്ട് ഇസ് ഹൈ ഓൺ ലക്ഷറി. ഇനി വെൻ യു ടോക്ക് അബൌട്ട് ദ ഡ്രൈവിംഗ് ഡൈനമിക്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ വെഹിക്കിൾ യു വിൽ ഫൈൻഡ് നല്ലൊരു സസ്പെൻഷൻ ആൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം നമുക്ക് ഇതിൽ അവൈലബിൾ ആവുന്നുണ്ട്. ആൻഡ് ഫീച്ചേഴ്സ് ഫോർ എക്സാമ്പിൾ ഡൈനമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അതുപോലെ തന്നെ roll stability control, then you have corner braking system, and even features such as hill descent and even electronic stability control okke thane namukku idile available aanu. So you definitely have a very strong driving dynamics in this particular car. Then safety de kurichu parayanengil you will find that you have independent airbags for all the passengers, adupole thane even curtain airbags namukku idile available avunnundu. Appo both driving oru comfort wise um adhe samayam oru safety wise nokkiyalum definitely the Range Rover is satisfying all our needs. ഒരു ഗാലറി സീറ്റിംഗ് പൊസിഷൻ ആണ് പിന്നെ റേഞ്ച് റോവർ സ്പോർട്ടിന്റെ റിയർ സീറ്റ്സിൽ കിട്ടുന്നത്. ആൻഡ് ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. പിന്നെ സെന്റർ പൊസിഷൻ ക്യാൻ ബി യൂസ്ഡ് ആസ് എ കിഡ് സീറ്റ് ഓൾസോ. എന്നാൽ ഒരു സെൻട്രൽ ഹാൻഡ് റെസ്റ്റ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ ചെറിയൊരു കപ്പ് ഹോൾഡർ സ്പേസസ് ഒക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യു ക്യാൻ ഓൾസോ ഫൈൻഡ് ഇവിടെ ചെറിയ റിമോട്ടൊക്കെ വെക്കാനുള്ള ചെറിയ ഒരു സ്പേസും കൂടി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഐ ടോൾ യു വൺ അതർ തിങ്, കുറേ പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കാണാം. ഫോർ എക്സാമ്പിൾ യു വിൽ ഫൈൻഡ് ദാറ്റ് ഫ്രണ്ട് സീറ്റിന്റെ ഹെഡ് റെസ്റ്റിൽ ടുവേർഡ്സ് ദ ബാക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സ്ക്രീൻസ് മൗണ്ടഡ് ആണ്. അപ്പോൾ രണ്ട് പാസഞ്ചേഴ്സിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ് എൻജോയ് ചെയ്യാം. ആൻഡ് ഓൾസോ ഈവൻ ഓഡിയോ സിസ്റ്റം കേൾക്കാനുള്ള യു ഓൾസോ ഹാവ് യുവർ പ്ലഗ് ഇൻ ഇയർഫോൺസ് ആർ ഓൾസോ പ്രൊവൈഡഡ് വിത്ത് ഇറ്റ്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് AC വെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ടുവേർഡ്സ് ദ റിയർ സീറ്റ്സ്. ആൻഡ് യു വിൽ ഓൾസോ ഫൈൻഡ് ഈവൻ ഇൻഡിപെൻഡൻറ്റ് റീഡിംഗ് ലൈറ്റ്സ് ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. And even the panoramic sunroof extends towards the back. That is also a part of the whole premium setup in this car. And nalloru headroom space, adupole thane oru leg room space um shoulder room space okke thane namukku in the Range Rover Sport kittunnundu. Range Rover Sport in 4 variants are available. That is, you have the S, SE, HSE and Autobiography. Autobiography is a petrol optional vehicle. And the 3 variants are actually diesel vehicles. Pinne diesel optional vehicles will use a 3 liter SD V6 diesel engine. And it has a maximum displacement of around 2,993 cc. Pinne at 4,000 RPM, it has a maximum power of around 292 PS. Adhe samayam 2,000 RPM around 600 Nm in the torque engine produce. And then the diesel option vehicle can reach a speed of 0 to 100 km per hour within 7.2 seconds. Adhe samayam petrol option vehicle anengil adil use cheydirikkunna around 5 liter inde petrol engine aanu. Adinte maximum displacement is around 4,999.7 cc. Pinne petrol engine inde power ne kurichu parayanengil between 6,000 to 6,500 RPM it has a maximum power of around 510 PS. Adhe samayam if you talk about the torque between 2,500 to 5,500 RPM
അറൌണ്ട് 625 NM ടോക്കാണ് ആ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് വിതിൻ 5.3 seconds ഇറ്റ് കൻ റീച്ച് എ സ്പീഡ് ഓഫ് 0 to 100 km/h. നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഡീസൽ ഓപ്ഷനുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് HSC ആണ്.